പിതാവും പുത്രനും പരിശുദ്ധമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. സ്നേഹം നിറഞ്ഞ ഗ്ലോറിയസ് ഗോസ്പലിന്റെ എല്ലാ പ്രവർത്തകർക്കും, എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മള് പരിശുദ്ധമായി നൊയമ്പിന്റെ ഏകദേശം 6ാമത്തെ ആഴ്ചയോട് അടുത്തിരിക്കുന്നതായ ഈ വേളയിൽ പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് തയ്യാറാക്കി തന്നിരിക്കുന്നതായ വേദഭാഗങ്ങളിലൂടെയൊക്കെ നമ്മൾ ധ്യാനിച്ചു പോകുന്നതായ ഈ ദിവസങ്ങളില് നമ്മൾ ഈ ആഴ്ച സമയവും ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ഈ വചനധ്യാനത്തിൽ നമുക്ക് പങ്കെടുക്കുവാൻ തക്കവണ്ണം കർത്താവെ നീ ഞങ്ങളെ എല്ലാം ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവമായ ആ പരിശുദ്ധ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം എന്നെ നിങ്ങളെ വലിയവനായ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഗ്ലോറിയസ് ഗോസ്പലിന്റെ എല്ലാ പ്രവർത്തകർക്കും, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. നമുക്ക് പരിശുദ്ധ അപ്രയം പിതാവിന്റെ ഒരു കീർത്തനത്തിൽ കൂടെ നമുക്ക് ധ്യാനത്തിലേക്ക് കടന്നു പോകാം. നമുക്ക് ധ്യാനത്തോടുകൂടി ആയിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാനും നാദ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാദാ നിൻ തിരുമുൻപിൽ ആത്മശരീര മനസ്സുകളെ ശോഭകലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ. ആത്മശരീര മനസ്സുകളാം എന്നുടെ തിരുമുൽ കാഴ്ചകളെ താതസുദാശ്വാസപ്രദനേ അൻപോടു കൈക്കൊണ്ടിടണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യശുശ്രൂഷയുടെ ആരംഭത്തില് യെശയ്യാ പ്രവാചകന്റെ ഒരു പ്രവചനം ഇപ്രകാരം പറയുന്നു: സെബൂലൂന്റെയും നഫ്താലിയുടെയും ദേശവും കടൽക്കരയിലും യോർദാനക്കരയുള്ള നാടും ജാതികളുടെ ഗലിയിലെയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അതിന്റെ പൂർത്തീകരണമായിരുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. അതിൽ ഇപ്രകാരം പറയുകയാണ്, 4-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുമ്പോഴ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇത് ഒരു ശാബത ദിവസം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സിനഗോഗിൽ വെച്ച് പറഞ്ഞതായ ഒരു വേദഭാഗവും അതിനുശേഷം അവിടുന്ന് പറയുന്നുണ്ട്, ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ തന്നെ ആ വചനത്തിന്റെ പൂർത്തീകരണമാണ്, നിവൃത്തീകരണമാണെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധമായ നൊയമ്പിനെ കുറിച്ച് നമ്മുടെ സഭാകവി CP ചാണ്ടി സാർ എഴുതിയ ഒരു പാട്ടുണ്ട്, നൊയമ്പിലെ 6 ആഴ്ചകളെ കുറിച്ച്. നമ്മുടെ ആ
അതായത് നമ്മുടെ പ്രിയപ്പെട്ട ശിവചാൻ ഇടയ്ക്കിടയ്ക്ക് പാടി നമ്മളെ കേൾപ്പിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. അതിപ്രകാരമാണ് ഓരോ ആഴ്ചയെ കുറിച്ചുള്ളതായ വേദഭാഗത്തെ മുൻനിർത്തിയുള്ളതായ ഒരു പാട്ട് നമുക്കറിയാം. വീഞ്ഞൊടുകുഷ്ടം തളർവാദം പുറജാതി ശ്രീ കൂനിയഹോ അന്തനൊടു ശാനാക്കെന്താ 50 നൊയമ്പിൻ വാരങ്ങൾ. നമ്മൾ നോക്കുകയാണെങ്കിൽ നൊയമ്പിന്റെ ആദ്യകാലത്തിൽ എന്താണ് സംഭവിച്ചത്? കർത്താവായ യേശുക്രിസ്തു തന്റെ പരിശുശ്രൂഷയുടെ ആരംഭത്തിൽ മരുഭൂമിയിലെ തന്റെ ഉപവാസത്തിന് ശേഷം വിശുദ്ധിരുന്നതായ അവസ്ഥയില് പരീക്ഷകൻ വന്ന് പറയുകയാണ്, നീ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ പറയുക എന്നും, നീ ദൈവപുത്രനെങ്കിൽ നീ ഇവിടെ നിന്ന് ചാടുക എന്നും, നീ എന്നെ വന്ദിച്ചാൽ ഞാനിത് മുഴുവൻ നിനക്ക് തരാമെന്നൊക്കെയും പറഞ്ഞ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് വിശന്നിരുന്ന കർത്താവ് വചനത്താൽ അവന്റെ ആ വിഷമുള്ളിനെ, ആ സാത്താന്റെ ആ വാക്കുകളെ ഖണ്ഡിച്ചുവെങ്കിൽ ഇല്ലായ്മയിൽ മനുഷ്യന്റെ ആവശ്യത്തിന്മേൽ കാനാവിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ ഇല്ലായ്മ മനസ്സിലാക്കി ആ ഭവനത്തിലേക്ക് കടന്നു എന്ന് ആ ഭവനത്തെ അനുഗ്രഹിച്ച് ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയതായ ആ ഭവനത്തെ, ഒരു വിവാഹം നടക്കുന്നതായ വീട്ടിലെ അവിടുത്തെ ഇല്ലായ്മ മനസ്സിലാക്കിയ പരിശുദ്ധ ദൈവമാതാവ് ആ ഭവനത്തിന്റെ ആവശ്യം തന്റെ പുത്രനോട് പറയുകയും ആ പുത്രനിലൂടെ ആ ഭവനത്തെ ധന്യമാക്കിയതായ നിമിഷങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ അതിനുശേഷം നടക്കുന്നതായ സംഗതികള് ഓരോ സമയവും നമുക്കറിയാം. അതിനുശേഷം കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുകയാണ്. പാപകുഷ്ഠത്താൽ വലഞ്ഞിരിക്കുന്നതായ എന്നെയും നിങ്ങളെയും പാപത്തിന്റെ കുഷ്ഠമകറ്റി നമ്മയൊക്കെ വിടുവിപ്പാൻ ശക്തനായ ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവാണ് എന്നെയും നിങ്ങളെ സ്നേഹിക്കുന്നവൻ. അതാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനകളിലൂടെയൊക്കെ നമ്മൾ ഉരുവിടുമ്പോഴ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, കരുണയുള്ളവനായ സ്നേഹിക്കുന്നവനായ ഒരു സ്വർഗീയനായ പിതാവും അവൻ അയച്ച പുത്രനും അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധ റൂഹായും ആ ത്രിയേക ദൈവത്തിലാണ് ഞാനും നിങ്ങളെ വിശ്വസിക്കുന്നതെങ്കിൽ ഈ മരുഭൂപ്രയാണത്തിൽ താഴടിയായി പോവാതെ എന്നെ നിങ്ങളെ നിർത്തുന്ന ആ വലിയ ശക്തമായ കരങ്ങളിലേക്ക് നമ്മൾ പരിപൂർണമായി നമ്മെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ കഷ്ടതകളും ഈ ലോകത്തിലെ പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും എന്റെ കർത്താവിനോട് കൂടെയുണ്ട്. അതെ, പതറിപ്പോവണ്ട, നീ കലങ്ങിയിടണ്ട. അതെ, കാറ്റും കോളും വന്നാലും ആ കപ്പലിൽ കർത്താവ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ ആ ജീവിത നൗക ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ കൂടി പോണ്ടി വന്നാലും നമ്മെ നിർത്തുന്ന ഒരു വലിയ ശക്തനായ ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചതായ ഓരോ പ്രാർത്ഥനകള്, എന്റെ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകുകയും. കരുണയുള്ളവനായ കർത്താവ് ഓരോ പ്രാവശ്യവും അതിന് ഉദാഹരണങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അന്ധന് കാഴ്ച കൊടുത്ത ഒരു ആഴ്ചയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആക്ച്വലി അന്ധൻ ഒരന്ധനല്ല, അന്ധന്മാർക്ക്, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്ത ദിവസമാണ്. നമ്മൾ വായിക്കുന്ന 3 ഏവൻഗേലിയൻ ഭാഗത്തിലും, അതായത് സന്ധ്യയ്ക്കും പ്രഭാതത്തിലും വിശുദ്ധ കുർബാനയുടെ മധ്യയും വായിക്കുന്നതായ ഭാഗങ്ങളിലൊക്കെയും പറയുന്ന ആ അന്ധന്മാരെ കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം. മാറപ്രേം പിതാവ് അതുപോലെ തന്നെ ഇപ്രകാരം ഒരു പാട്ട് പാടുന്നുണ്ട്. വിശുദ്ധ യാക്കോബിന്റെ അനുതാപത്തിന്റെ മെമ്പറയിൽ പറയുന്നുണ്ട്, തിരുവചനത്താൽ കുഷ്ഠമകറ്റിയ കർത്താവേ നീ എന്നാത്മാവേ ഞെരുക്കും കുഷ്ഠമകറ്റിടണമേ. അതിനുശേഷം പറയാണ്, പിറവി കുരുടനു കൺകൾ തുറന്നിക കാഴ്ച കൊടുത്ത കരുണാകരനാം സൃഷ്ടാവേ നീ ഇതുപോലിപ്പോൾ. നമ്മൾ ചിന്തിക്കണം, ഏത് രീതിയിലുള്ള ഒരു നമുക്കറിയാം, മനുഷ്യന് മാത്രമേ ഉള്ളൂ ആന്തരിക നേത്രം. പറയുന്ന ഉൾക്കണ്ണുകൾ കൊണ്ട് കാണുവാനുള്ളതായ കൃപയ്ക്ക് വേണ്ടി പിതാക്കന്മാരൊക്കെയും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഉൾക്കണ്ണുകൾ കാണണം. നമ്മളെ പലപ്പോഴും നമ്മൾ കാണുന്ന എന്താണ്?
നമ്മൾ ബാഹ്യ നേത്രങ്ങൾ നമ്മൾ തുറന്നതാണെങ്കിൽ പോലും നമുക്ക് കാണുവാൻ കഴിയാത്തതായ അവസ്ഥയെക്കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ലോകത്തിൽ പ്രകാശമായി കടന്നു വന്ന വലിയൊരു വെളിച്ചം കണ്ടു. ആ വെളിച്ചമാരായിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവാണ് ആ വെളിച്ചം. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം ഉള്ളിടത്തോളം നിങ്ങൾ പ്രകാശത്തിൽ തന്നെ ഇരിക്കണമെന്ന് കൽപ്പിച്ചവനായ നമ്മുടെ കർത്താവ്, ആ കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും അവിടുത്തെ വെളിച്ചത്തിന്റെ വാഹകന്മാരായി തീരണം എന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു ഗീതാഞ്ജലി എന്ന ഒരു പദ്യശൈലത്തിൽ പ്രകാരം പറയുന്നുണ്ട്. ഇതിൽ പ്രകാരം പറയുന്നു, നക്ഷത്ര കുഞ്ഞുങ്ങളും സൂര്യനും തമ്മിലുള്ളതായ ഒരു കഥ പറയുന്നുണ്ട്. അതിൽ പ്രഭാതത്തിൽ മുതൽ പ്രദോഷം വരെ മധ്യാകാശത്തിൽ ജ്വലിച്ചിരുന്നതായ സൂര്യൻ അസ്തമിക്കുന്നതായ സമയത്ത് താൻ വളരെ വിഷമിക്കുകയാണ്. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറുമ്പോൾ ഈ ഭൂമി മുഴുവൻ അന്ധകാരത്തിലാകും. പക്ഷെ ഈ പ്രകാശം ഇത് നിലനിർത്തുവാൻ തക്കവണ്ണം ആ നക്ഷത്ര കുഞ്ഞുങ്ങളെ മാടി വിളിക്കുകയാണ്. ആ നക്ഷത്ര കുഞ്ഞുങ്ങളോട് പറയുകയാണ്, ഞാൻ പോവുകയാണ്, പക്ഷെ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ചതായ ഈ വെളിച്ചം ഈ അന്ധകാരത്തിലിരിക്കുന്ന ജനത്തിന് ഒരു പ്രകാശമായി മാറണമെന്ന്. അതേ, നമ്മളൊക്കെയും കർത്താവിന്റെ പ്രകാശത്തിന്റെ ആകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. യോഹന്നാനെ കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അവൻ ജ്വലിക്കുന്ന വിളക്കായിരുന്നു. നമ്മളൊക്കെയും ആ ഒരു വിളക്കായി മാറുവാൻ നമ്മുടെ കർത്താവ് ഈ നോമ്പ് കാലത്ത് നമ്മോട് പറയുകയാണ്. നോമ്പിൽ പിതാക്കന്മാർ ഓരോ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം. അതിനുശേഷം എന്താണ്? കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു, അതുപോലെ തന്നെ പുറജാതി സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നു, അവരുടെ മകള്, അതുപോലെ തന്നെ കൂനിയായ സ്ത്രീ. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാം പക്ഷപാതക്കാരന് സൗഖ്യം കൊടുക്കുന്നുണ്ട്. പക്ഷപാതക്കാരന് സൗഖ്യം കൊടുക്കുന്നതിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സംഗതിയുണ്ട്. ആ പക്ഷപാതക്കാരനെ അവനെ സൗഖ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ആ ഭവനം തുറന്നു കൊടുത്ത വീട്ടുടവൻ വളരെയധികം മാതൃക അർഹിക്കുന്നവനാണ്. ആ വീട്ടുടവൻ യാതൊരു തടസ്സവും കൂടാതെ അവന്റെ ഭവനം പൊളിച്ച് ആ 4 പേരും കൂടി ചുമന്നുകൊണ്ട് വന്നതായ പക്ഷപാതക്കാരനെ ആ ഭവനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിലേക്ക് ഇറക്കി കൊടുക്കുവാൻ തക്കവണ്ണം അവർക്ക് ഒരുക്കമുള്ളവരായിരുന്നെങ്കിൽ അതേക്കാൾ ഉപരി ആ ഭവനം തുറന്നു കൊടുത്ത ആ വീട്ടുടവൻ വളരെയധികം പ്രശംസ അറിയിക്കുന്നവനാണ്. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്. നമ്മളൊക്കെയും ആ പക്ഷപാതക്കാരനെ കൊണ്ടുവന്ന ആ ഒരു വീട്ടുടമസ്ഥന്റെ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമുക്ക് പലപ്പോഴും ക്ഷമിക്കാൻ കഴിയുന്നില്ല, പലപ്പോഴും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇന്ന് സഭയിലെ ഏറ്റവും വലിയ വിഷയം എന്താണ്? സമൂഹത്തെ കാർന്നു നിന്നതായ വിഷയം എന്താണ്? നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ നാമം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളും മറ്റ് ശകാര വാക്കുകളും പറയുന്നത്. ആത്മാവിന്റെ ഫലങ്ങൾ കായ്ക്കുവാൻ ഗലാത്യ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, സൗമ്യത, പരോപകാരം, വിശ്വസ്തത, ക്ഷമ, ഇന്ദ്രിയജയം. ഇവ കാര്യങ്ങളൊക്കെയും ആത്മാവിന്റെ ഫലങ്ങളാണെങ്കിൽ ഞാനും നിങ്ങളും ദിവസേന ശോധന ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നില് എത്രമാത്രം ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എത്ര പെർസെന്റേജ് എന്റെ ജീവിതത്തിലുണ്ട്? അതിലേതിലാണ് ഞാൻ വീണിരിക്കുന്നത്? ഞാൻ വീണുപോയിരിക്കുന്നെങ്കിൽ ആ വീണുപോയ ഭാഗത്തെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന്. നമ്മൾ ഇന്ന് വായിക്കുന്ന വേദഭാഗങ്ങള് നമുക്കറിയാം. ബർത്തിമായിയെ കുറിച്ചുള്ള സംഭവം നമുക്കറിയാം. എപ്പോഴും വായിക്കുന്ന ഭാഗങ്ങളാണ്. ഞാൻ ആ ഭാഗങ്ങൾ വായിച്ച് നിങ്ങളുടെയൊക്കെയും സമയം നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബർത്തിമായി നിലവിളിക്കുകയാണ്. ബർത്തിമായിയുടെ നിലവിളി കേട്ട കർത്താവ് നിൽക്കുകയാണ് അവിടെ. ബർത്തിമായോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കാഴ്ചയില്ലാത്തവരുടെ അവസ്ഥ അവർക്ക് അറിയത്തുള്ളൂ. കഴിഞ്ഞ നാളുകളില് കാഴ്ചക്ക് ഒരു ചെറിയൊരു തടസ്സമുണ്ടായ ഒരു അനുഭവം എനിക്കുണ്ട്. ഡ്യുവൽ വിഷനായിട്ട് വന്നപ്പോൾ ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് പുസ്തകങ്ങൾ ഒന്നും വായിക്കാനൊക്കാത്തതായ ഒരവസ്ഥ. എന്നാല് എൻ്റെ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗ്ലോറിയസ് ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തകരും വളരെ ആത്മാർത്ഥമായി അവർ പ്രാർത്ഥിക്കുകയുണ്ടായി. എനിക്കറിയാം, ഏകദേശം 2 മാസം കാഴ്ച മറച്ചതായ ദിവസങ്ങള്.
ഞാൻ ആ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവെ, ഒരു അന്ധനായ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ബർത്തിമായിയെ സംബന്ധിച്ചിടത്തോളം അവന് ഉൾക്കാഴ്ചയുള്ളവനായിരുന്നു. അവൻ വെറും അന്ധനായിരുന്നില്ല. അവൻ യഹൂദ മതത്തിൽ ജനിച്ച് അവൻ അതിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഒരു ദാവീദ് പുത്രൻ വരും, ഒരു ദൈവപുത്രൻ വരുവാനുണ്ട് എന്നുള്ള ഒരു വലിയ ബോധ്യമുള്ളവനായിരുന്നു ബർത്തിമായി. എങ്കിൽ ആ ബർത്തിമായി മനസ്സിലാക്കി, അതെ, യേശു കർത്താവ് കടന്നു പോവുകയാണ്, ഇതാണ് അവസരം, ഈ അവസരം പാഴാക്കിയാൽ ഈ അവസരം എനിക്ക് വീണ്ടും കിട്ടുകയില്ല എന്നുള്ളൊരു വലിയ ബോധ്യമാണ് ആ ബർത്തിമായിയെ നയിച്ചതെങ്കിൽ ആ ബർത്തിമായി അവിടെ നിന്ന് നിലവിളിക്കുകയാണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. ഓ ലോർഡ് മേഴ്സി അപ്പോൺ മീ, ഓ ലോർഡ് മേഴ്സി അപ്പോൺ മീ, ഓ ലോർഡ് മേഴ്സി അപ്പോൺ മീ. ഇതാണ് നമ്മുടെ പിതാക്കന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ എത്രയും കരുണയുടേതായ ഒരു പ്രാർത്ഥന. കുറിയേലായിസോൻ, ഹൃദയത്തിന്റെ ഭാഗത്തു നിന്ന്, ഹൃദയാന്തർഭാഗത്തു നിന്ന് ആ സൗണ്ട് ധ്വനിക്കണം, പ്രതിഫലിക്കണം. അത് കർത്താവിന്റെ സന്നിധിയോളം എത്തുവാൻ തക്കവണ്ണം നമ്മൾ നിലവിളിക്കണം. ആ നിലവിളി ശബ്ദം കേട്ട് നിന്നവനായ യേശു തമ്പുരാൻ ജീവിക്കുന്നവനാണ്. അവൻ മരിച്ചുയർത്തു, അവൻ ജീവിക്കുന്നവനാണ്, അവൻ നമ്മോട് കൂടെ വസിക്കുന്നവനാണ്. കർത്താവ് അവിടെ നിൽക്കുകയാണ്, അവന് സൗഖ്യം കൊടുക്കുക, അവനെ വിളിക്കുകയാണ്, അവനെ കർത്താവിന്റെ സന്നിധിയിലേക്ക്. അവൻ പൊതിച്ചിരുന്നതായ പൊതുപ്പ് അവൻ വലിച്ചെറിയുകയാണ്. അവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. അവന്റെ പൊതുപ്പ് അതെന്തോ ആയിക്കോട്ടെ, പിതാക്കന്മാർ പറയുന്നു, അവൻ പാപഭാരത്തിന്റെ പുതപ്പായിരുന്നു, പാപത്തിൻ്റെതായ പുതപ്പ്. ഞാനും നിങ്ങളും ഇന്ന് വലിച്ചെറിയേണ്ടതായ ഒരു പുതപ്പാണ്. ആ പുതപ്പ് നമുക്ക് വലിച്ചെറിയാം. ബർത്തിമായിക്ക് സൗഖ്യം കിട്ടി. അവന്റെ ആന്തരിക നേത്രം തുറന്നായിരുന്നു. അവന് മനസ്സിലാക്കുവാനുള്ള ഒരു ബോധമുണ്ടായിരുന്നു, ഇതാ ദാവീദ് പുത്രൻ, അതേ മിശിഹ കടന്നു വരുന്നു. ആ മിശിഹയുടെ സന്നിധിയിൽ നിന്ന് അവനെ പലരും വിലക്കി. സമൂഹം പറയാണ്, നില്ല്, ശല്യപ്പെടുത്തരുത്, കർത്താവിനെ ശല്യപ്പെടുത്തരുത്, തടസ്സങ്ങൾ. എന്നാൽ തടസ്സങ്ങളെയും പ്രതികൂലതകളെയും ഒക്കെയും മാറ്റി നിർത്തിക്കൊണ്ട് ശക്തമായ ഭാഷയിൽ ശക്തമായിട്ട് ബർത്തിമായി അവിടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. തന്റെ ആഗ്രഹം പറയുകയാണ്. സൗഖ്യം കിട്ടിയ ബർത്തിമായി ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമസ്കരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അവനെ പിൻഗമിക്കുന്നതായ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമ്മൾ ഇന്ന് പറയുന്നതായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നാളെ വായിച്ചു കേൾക്കുന്നതായ വേദഭാഗം ഇപ്രകാരമാണ്. ആ എവൻഗേലിയൻ പറയുന്നത്, കണ്ണിന് ഭാഗത്തൊരു കുഴി മാത്രം ഉണ്ടായിരുന്നതായ ആ കുരുടൻ പിറവിയിലെ കുരുടനായിരുന്നു. അവൻ വീട്ടുകാർക്കൊരു ഭാരമായിരുന്നു. അവന്റെ മാതാപിതാക്കൾക്ക് വലിയ ഭാരമായിരുന്നു. അവനെ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തും, അവന്റെ പാത്രത്തിൽ വീഴുന്ന പിച്ചക്കാശ് കൊണ്ട് അവൻ ജീവിച്ചവനായിരുന്നു. എന്നാല് പോകുന്ന വഴിയിൽ കർത്താവിന്റെ ശിഷ്യന്മാർ അത് നോട്ടീസ് ചെയ്യുകയാണ്, അത് കാണുകയാണ്. കർത്താവിന്റെ ശിഷ്യന്മാര് കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന് പറയുകയാണ്, അവർക്കറിയേണ്ടത് ഇത് മാത്രമാണ്, ഇവൻ ജന്മനാൽ എങ്ങനെ, ആരുടെ പാപ നിമിത്തമാണ് ഇവൻ അന്ധനായിരിക്കുന്നത്? ഇവന്റെ ആണോ, ഇവന്റെ അപ്പനമ്മമാരുടെ ആണോ? അത് മാത്രം അറിഞ്ഞാൽ മതി. അവന് കാഴ്ച കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ആയിക്കോട്ടെ, അത് ശിഷ്യന്മാരുടെ ഒരു വിഷയമല്ലായിരുന്നു. എന്നാൽ കർത്താവ് പറയുകയാണ്, അവനോ അവന്റെ അമ്മയപ്പന്മാരോ ചെയ്ത പാപനിമിത്തമല്ല അവന്റെ അന്ധത ഉണ്ടായത്. ടു ഗ്ലോറിഫൈ ദ നെയിം ഓഫ് അവർ ലോർഡ്, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം മാത്രമാണ്. ആ വലിയ നാമം മഹത്വപ്പെടണമെന്ന് മാത്രമാണ്, അതാണ് നടക്കണമെന്ന് പിതാവാൻ ദൈവം ആഗ്രഹിച്ചത്, പുത്രൻ തമ്പുരാൻ ആഗ്രഹിച്ചത്. എന്നാല് അയൽക്കാർക്ക് ഇതിന് കാഴ്ച കിട്ടി. എങ്ങനെ കാഴ്ച കിട്ടി? കർത്താവ് പറയാണ്, സൃഷ്ടികർത്താവ് ആദമിനെ മെനഞ്ഞ കരങ്ങൾ കൊണ്ട് തുപ്പലും ചേറും മിക്സ് ചെയ്ത് അവന്റെ കണ്ണിൽ പുരട്ടുകയാണ്. അവിടെ ഒരു സൃഷ്ടി നടക്കുകയാണ്. കണ്ണില്ലാത്ത ഭാഗത്ത് കണ്ണുണ്ടാക്കി കൊടുക്കുന്ന സൃഷ്ടിതാവായ കർത്താവായ യേശു ക്രിസ്തു ആദമിനെ സൃഷ്ടിച്ച കരങ്ങൾ കൊണ്ട് അവിടുന്ന് ആ ജന്മന അന്ധനായിരുന്ന, പിറവിയിലെ അന്ധനായിരുന്ന അവനെ കാഴ്ച കൊടുക്കുകയാണ്.
എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, എത്രമാത്രം വലിയ ഒരു കാര്യമാണ് നമ്മുടെ കർത്താവ് അവിടെ ചെയ്യുന്നത്. ആവശ്യക്കാരന് ഇല്ല, അവൻ ചോദിക്കുന്നില്ല. ഭർത്തിമായി വിളിച്ചു കൂയിയതുപോലെ കൂയിയിട്ടില്ല, അവൻ നിലവിളിച്ചില്ല, അവന് കാഴ്ച കൊടുക്കുകയാണ്. അവന് കാഴ്ച കിട്ടിയപ്പോഴത്തേക്ക് വിഷയങ്ങളുടെ പ്രവാഹമായി. ആൾക്കാർ ചോദിക്കുന്നു, നിനക്ക് എങ്ങനെ കാഴ്ച കിട്ടി? അവൻ പറഞ്ഞു, യേശു എന്ന മനുഷ്യൻ. ആദ്യം മനുഷ്യൻ എന്ന് വിളിക്കുക, പിന്നീട് അവൻ പറയാണ് ഒരു പ്രവാചകൻ, പിന്നീട് അവൻ യാഥാർത്ഥ്യം മനസ്സിലാക്കി പറയാണ്, മിശിഹ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ഇത് കേട്ടപ്പോഴത്തേക്ക് യഹൂദന്മാർക്ക് അറിയാം, യഹൂദന്മാർക്ക് എങ്ങനെയും കർത്താവിനെ കരുതേച്ച് കാണിക്കണം, ക്രൂസിലേക്ക് നയിക്കുവാനുള്ള വിഷയങ്ങൾ, കാരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് യഹൂദന്മാർക്ക്, ആ പരീശന്മാർക്കും അവിടുത്തെ പ്രമാണിമാർക്കും പുരോഹിത വൃന്ദത്തിന്റെയും ആവശ്യമായിരുന്നുവെങ്കിൽ അവർ ആഗ്രഹിച്ചത്, അവർ ചോദിക്കുകയാണ്, മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, ഇത് തന്നെയാണോ നിന്റെ മകൻ? അയൽക്കാർ പറയുന്നുണ്ട്, ഇവനായിരുന്നോ അതോ മറ്റു വല്ലവരും ആയിരുന്നോ? അയൽക്കാരുടെ സമീപനം അതാണെങ്കിൽ, മാതാപിതാക്കൾക്കറിയാം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം ഉണ്ടാക്കിയിരുന്ന ഒരു വിഷയത്തിൽ അവർ സന്തോഷം അനുഭവിക്കുകയാണ്. ഉള്ളുകൊണ്ട് അവർ സന്തോഷിക്കുക, പക്ഷെ അവർക്ക് പുറത്തു പറയാൻ കഴിയുന്നില്ല. കാരണം 1-2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, പള്ളി മുടക്ക്, അല്ലെങ്കിൽ പള്ളി ഭ്രഷ്ടരാക്കും. സത്യം പറഞ്ഞാൽ പള്ളി ഭ്രഷ്ടരാക്കുമെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അറിയാം. അവർ പറയാണ്, അത് തന്നെയാണ് മകൻ, പക്ഷെ അവൻ എങ്ങനെ സൗഖ്യമായി എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അവന് പ്രായമായല്ലോ, അവനോട് ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഈ കുരുടൻ തന്നെ പറയുകയാണ്, അതെ, ഞാൻ ഒന്നറിയുന്നു, എനിക്ക് കാഴ്ചയില്ലായിരുന്നു, പക്ഷെ കാഴ്ച മിശിഹാ തമ്പുരാനിലൂടെ എനിക്ക് കാഴ്ച കിട്ടി, അവനൊരു പ്രവാചകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനം അവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ കർത്താവ് ചോദിച്ചു, സൗഖ്യപ്പെട്ടത് ആരാണെന്ന് നിനക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ? അവൻ ആഗ്രഹമുണ്ടെന്ന് പറയാണ്. മിശിഹാ തമ്പുരാനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അവനെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്റെ മുമ്പിൽ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ അവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദത്തിൽ വീണ് ആ കർത്താവിനെ വന്ദിക്കുന്നു, ആരാധിക്കുന്നു, സന്തോഷത്തോടു കൂടി അവൻ പോകുന്നു. നമ്മുടെ സമൂഹത്തിന്റെ ആന്തരികമായ നേത്രം തുറക്കേണ്ടതായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളും പോകുന്നത്. ഈ പരിശുദ്ധ നോയമ്പിന്റെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടിതാവായ ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശുദ്ധ യോഹന്നാൻ വളരെ വ്യക്തമായി ഈ ഒരു സുവിശേഷത്തിലൂടെ തന്റെ 6ാമത്തെ അടയാളമായിട്ട് ഇത് പറയുന്നുവെങ്കിൽ, വിശുദ്ധ യോഹന്നാൻ വ്യക്തമാക്കുകയാണ്, ഇവൻ ദൈവപുത്രനാണ്, സാക്ഷാൽ ദൈവപുത്രനാണ്, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. നമുക്ക് ചിന്തിക്കാം, ആ ദൈവപുത്രന്റെ മുമ്പില് നമ്മുടെ മാനസികമായ അവസ്ഥ, നമ്മുടെ ജീവിതത്തിലെ ഓരോരോ നമ്മളെ നീട്ടുന്നതായ വിഷയങ്ങള് ആ കരങ്ങളിൽ സമർപ്പിച്ചാൽ, പക്ഷെ സമർപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം അറിയണം, നമ്മുടെ ഹൃദയ വിശുദ്ധി, നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറന്നിരിക്കുകയാണോ അതോ അടഞ്ഞിരിക്കുകയാണോ? ഇന്ന് ആത്മീയ നേതാക്കന്മാരുണ്ട്. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു സമകാലിക വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാല് കർത്താവിന്റെ നാമം അധികം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തോടെ ഞാനും നിങ്ങളും പോകുമ്പോൾ ലോകത്തിലെ സർവ്വ മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട് കടന്നു വന്ന് ആദാമിന്റെ സന്തതികളെ മുഴുവനായി ചേർത്തുകൊണ്ട പുത്രനാഥ തമ്പുരാൻ. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുവോധാന സമയത്ത് ഗബ്രിയേൽ ദൂതനിലൂടെ നമ്മൾ കേട്ടതായ തിരുവചനം. പരിശുദ്ധ ദൈവമാതാവിനോട് പറയുകയാണ്, അവൻ സർവ്വ ലോകത്തിനും ആരാണ്? രക്ഷകനാണ്. സർവപ്രപഞ്ചത്തിലെ സൃഷ്ടിതാവായ കർത്താവ് ഇത്രമാത്രം വലിയ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളും കാണിച്ച് എന്നിട്ടും യഹൂദന്മാർക്ക് അല്ലെങ്കിൽ പ്രമാണിമാർക്കോ പുരോഹിത വൃന്ദത്തിനോ അവനെ വിശ്വസിക്കാൻ കഴിഞ്ഞു. നമ്മുടെ വിശ്വാസത്തിന്റെ തോത് എന്താണ്? ഒരു ജ്ഞാനായക്കാരി സ്ത്രീയെ അവളുടെ വിശ്വാസം കണ്ടപ്പോൾ പറഞ്ഞുകൊണ്ട്, ഇസ്രായേലിൽ കൂടി ഞാൻ ഇത്രമാത്രം വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വിശ്വാസത്തെ വളരെയധികം ശ്ലാഘിച്ചുകൊണ്ട് അവളുടെ ആവശ്യം നിറവേറ്റുന്ന കർത്താവ് പറയുന്നുണ്ട്, നായ്ക്കുട്ടികളും
യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കഴിച്ച് ജീവിക്കുന്നുണ്ടോ എന്നുള്ള അവളുടെ ഹൃദയഭേദകമായ വാക്കുകളുടെ മുമ്പിൽ നസ്രയനായ യേശു കർത്താവ് നിൽക്കുകയാണ്. അവളുടെ വിശ്വാസത്തെ അവളോട് പറയാണ്, അത്രമാത്രം വലിയ വിശ്വാസമാണ് നിന്റേത്. നമ്മളൊക്കെയും നൊയമ്പിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് നൊയമ്പ്? പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത് ഇഷ്ടവസ്തുക്കൾ വർജിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സമസൃഷ്ടങ്ങളെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല എങ്കിൽ, നമ്മുടെ സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല എങ്കിൽ, നിന്റെ കൺമുമ്പിൽ നിൽക്കുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല എന്നുള്ള തിരുവചനത്തെ ഞാനും നിങ്ങളും പുറകോട്ടുകയാണെങ്കിൽ നമ്മുടെ ഈ നോയമ്പും പ്രാർത്ഥനയൊക്കെയും വെറുതാവാണ്. നമ്മുടെ ജീവിതത്തില് നമ്മുടെ അടഞ്ഞിരിക്കുന്നതായ ഹൃദയത്തിലേക്ക് പ്രകാശം കടന്നു ചെല്ലണമെങ്കിൽ നീതി സൂര്യനായ യേശു കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. അവന് വേണ്ടി നമ്മൾ ഹൃദയങ്ങൾ തുറന്നു കൊടുക്കണം. കണ്ടാലും നിങ്ങളുടെ ഹൃദയ കവാടങ്ങളിൽ ഞാൻ നിന്ന് മുട്ടി വിളിക്കുന്നു. ഇന്ന് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്താണ് മസാനാളിലെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ ഡു നോട്ട് ഹാർഡൻ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കഠിനമാക്കരുത്. നമുക്ക് ദൈവസന്നിധിയിൽ താഴാം. ഇന്നത്തെ വായനയിൽ തന്നെയുള്ള ഒരു ഭാഗമാണ് ഇയ്യോബിന്റെ പുസ്തകം. അതിന് 42 പ്രകാരം പറയാണ്. ഇയ്യോബിന്റെ പുസ്തകം 42. ഇയ്യോബിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്. ഇയ്യോബ് പറയാണ് 42:5 പറയാണ്, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രം കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്ന ഇയ്യോബിന്റെ മേൽ ദൈവത്തിന്റെ വലിയ പ്രസാദം ചൊരിയുകയാണ്. എന്താണ് അവിടെ 10ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നൊക്കെയും യഹോവ ഇയ്യോബിനെ ഇരട്ടിയായി കൊടുത്തു. കാരണം എന്താണ്? അവനെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി. അവൻ എങ്ങനെ താഴ്ത്തി? ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുകയാണ്. അവനെ തന്നെ വെറുക്കുകയാണ്. പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്ന ഒരു ഇയ്യോബിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇയ്യോബിന്റെ പുസ്തകം വായിച്ചതുപോലെ തന്നെയാണ് ആവർത്തന പുസ്തകം. അതിനകത്ത് പറയുന്നുണ്ട്, നീതി വേണം, കരുണ കാണിക്കണം. അതുപോലെ തന്നെ മലാക്കി പ്രവചനത്തിൽ പറയുകയാണ്, റിട്ടേൺ ഓ മൈ പീപ്പിൾ. ദൈവസന്നിധിയിലേക്ക് ഒരു തിരിച്ചുവരവ്. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു തിരിച്ചുവരവാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു തിരിച്ചുവരവാണെങ്കിൽ, അതെ, നമുക്ക് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കേണ്ട എന്താണ്? ഒരു ശീലോവാങ്കുളത്തിലേക്ക് കർത്താവിന്റെ കൽപ്പന പ്രകാരം പോയ ആ മനുഷ്യൻ എപ്രകാരം കാഴ്ച പ്രാപിച്ചതുപോലെ, അത് പിതാക്കന്മാര് ആ ശിലോഹാങ്കുളത്തിലേക്ക് പോയി അവൻ കാഴ്ച പ്രാപിച്ചതിനെ കുറിച്ച് പറയുന്നത് ഒരു മാമോദിസയായിട്ടാണ്. അവിടെ മാമോദിസ മുങ്ങുകയാണ്. ആ കാഴ്ച അവന് നഷ്ടപ്പെട്ട ആ അന്ധൻ, പിറവിയിലെ കുരുടനായിരുന്നവനെ കുറിച്ച് പറയുന്നത് അവന്റെ സ്നാനം, ഒരു മാമോദിസ അവിടെ നടക്കുകയായിരുന്നാണ്. പിറവിക്കുടനെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയതിലും അവനൊരു നഷ്ടവുമില്ല. അവൻ വളരെ സന്തോഷവാനാണ്. അവൻ ഒന്നിനെയും പേടിച്ചില്ല. കാരണം അവന് കിട്ടാവുന്നതിൽ അവൻ പ്രകാരം പറയുകയാണ്, തുപ്പലും മണ്ണും കൊണ്ട് ചേറുണ്ടാക്കി അവൻ എന്റെ കണ്ണിന്മേൽ പൂശി എനിക്ക് സൗഖ്യം കിട്ടി. ഒരു അന്ധന് കാഴ്ച കൊടുത്തതിനേക്കാൾ ഉപരി ആത്മീയമായ അന്ധതയിൽ ജീവിക്കുന്നവർക്ക് പ്രകാശം പ്രാപിക്കണമെന്നുള്ള ഒരു വലിയ ഒരു ശക്തമായ ഒരു സന്ദേശമാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമുക്കിവിടെ പകർന്നു തരുന്നത്. നമുക്ക് അല്പസമയം ചിന്തിക്കാം. കർത്താവേ, എന്റെ ആന്തരിക ഇന്ദ്രിയം എന്റെ എപ്രകാരം അന്തർനേത്രം എപ്രകാരം തുറന്നിരിക്കുകയാണ്? എനിക്ക് എന്നെ ശോധന ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? സങ്കീർത്തനക്കാരൻ 34-ാം സങ്കീർത്തനത്തിന് പ്രകാരം പറയുന്നു, അതെ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ദോസ് ഹു ലുക്ക് അറ്റ് ഹിം ബിക്കം റേഡിയന്റ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരായില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അവനെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ വിടുവിക്കുന്നവനാണ് എന്നുള്ള ആ ഒരു വലിയ ബോധ്യം കൊണ്ടാണ് എന്റെ ഹൃദയത്തിന് എനിക്ക് സമനായ ഒരു മനുഷ്യനെന്ന് ദാവീദിനെ കുറിച്ച് ഒരു വലിയ സർട്ടിഫിക്കറ്റ് സ്വർഗീയനായ പിതാവിന് കൊടുക്കുവാൻ സാധിച്ചത്. നമ്മുടെ കരുണയുടെ തോത് എവിടെ വരെയാണ്?
നമുക്ക് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ കഴിയുന്നുണ്ടോ? കണ്ണിലെ കണ്ണുനീര് ടോക്സിക് ആണ്. നമ്മുടെ കണ്ണുനീരിൽ കൂടെ, നമ്മുടെ ശരീരത്തിലെ കണ്ണുനീരിൽ കൂടെ ഒത്തിരി വിഷവസ്തുക്കൾ പുറത്തു പോകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ശരിയാണ്. അതുകൊണ്ട് ജെറമ്യ പാടുന്നുണ്ട്, എന്റെ കണ്ണ് വറ്റാത്ത നിരുപമയായിരുന്നെങ്കിൽ ഈ ജലത്തിന് വേണ്ടി എനിക്ക് കരയുവാൻ സാധിക്കുമായിരുന്നു. നിലവിളിക്കുന്ന ഒരു ജെറമ്യ പ്രവാചകനെ നമുക്ക് കാണുവാൻ കഴിയുമെങ്കിൽ ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ടതായ ദിവസങ്ങളാണ്. നമ്മുടെ തലമുറയെ കുറിച്ച്, നമ്മുടെ സമൂഹത്തെ കുറിച്ച്, നമ്മുടെ സമസൃഷ്ടികളെ കുറിച്ച്. നമ്മെ മൃഗമായിട്ടല്ല സൃഷ്ടിച്ചത്. ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും എന്നെ നിങ്ങളെ മെനഞ്ഞുവെങ്കിൽ, ആദമിനെ മെനഞ്ഞുവെങ്കിൽ, ആദമിനെ മെനഞ്ഞ കരങ്ങൾ കൊണ്ടാണ് അതേ ആ കുഷ്ഠരോഗിക്ക് ഒരു പുതിയ കാഴ്ച, ഒരു ഉൾക്കാഴ്ച കൊടുത്തു എങ്കിൽ, ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ആന്തരിക നേത്രം തുറന്നു കാണുവാനാണ്. തുറക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്രമാത്രം ദുർഗന്ധം നിറഞ്ഞതാണ് നമ്മുടെ ഹൃദയം, എത്രമാത്രം മ്ലേച്ഛത നിറഞ്ഞതാണ് നമ്മുടെ ഹൃദയം, എത്രമാത്രം അശുദ്ധമാണ് നമ്മുടെ ഭവനം. എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ഭവനത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരണമെങ്കിൽ എന്റെ ഭവനം വിശുദ്ധമായിരിക്കണം. പക്ഷേ ആ ബർത്തിമായിയെ പോലെ നിലവിളിക്കുവാൻ കഴിയണം, യേശുവേ, ഓ ലോർഡ്, സൺ ഓഫ് ഗോഡ്, mercy upon me. കർത്താവെ, കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം, പാടുവാൻ കഴിയണം. അതുകൊണ്ടാണ് പ്രവാചകനായ ജെറമ്യായിലൂടെ ഞാൻ നിങ്ങളും കേൾക്കുന്നുണ്ട്. അതിന്റെ 8-ാമത്തെ അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ആകാശത്തിലെ പെരുഞ്ഞാറ് തങ്ങളുടെ കാലം അറിയുന്നു, കൊക്കും ബീമൽ പക്ഷിയും തങ്ങളുടെ സമയം അറിയുന്നു, തിരിച്ചുവരവിനുള്ള കാലം അറിയുന്നു. മലാക്കി പ്രവചനത്തിൽ നിന്ന് 3-ാമത്തെ ഭാഗം നമ്മുടെ വേദഭാഗത്തിൽ പ്രകാരം പറയാണ്, ഒരു തിരിച്ചുവരവ്. അത് സമ്മറിയായിട്ട്, അത് ചെറിയ ബ്രീഫ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. സമയം ചുരുക്കുകയാണ്, ഞാൻ നിർത്തുകയാണ്. അധികം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് ആകാശത്തിലെ പെരുഞ്ഞാറ് തങ്ങളുടെ കാലം അറിയുന്നുവെങ്കിൽ, അതുപോലെ തന്നെ അതേ അധ്യായത്തിൽ ജെറമ്യായിലൂടെ കർത്താവിന്റെ സ്വരം ശ്രവിക്കുകയാണ്, വീണവൾ എഴുന്നേൽക്കയില്ലയോ, വഴിതെറ്റിയവൻ തിരിച്ചു വരികയില്ലയോ. എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ? വിലപിക്കുന്ന മനുഷ്യനെ കുറിച്ച് വിലപിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്വരം പ്രവാചകനായ യെശയ്യാവിലൂടെ നാം കേൾക്കുന്നുണ്ട്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാളതിന്റെ ഉടയവനെയും കഴുതന്റെ യജമാനെയും തിരിച്ചറിയുന്നു. എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ? നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒരു മടങ്ങി വരവ് ആഗ്രഹിക്കാം. നമുക്ക് വേണ്ടത് കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയാത്ത പിറവി കുരുടന് ആ കാഴ്ച അവന് വലിയവനായ ദൈവം, പ്രകാശമായ ദൈവം, ആ പ്രകാശത്തെ, നീതിസൂര്യനായ കർത്താവ് അവൻ ആ പ്രകാശത്തെ കൊടുത്തപ്പോൾ അവൻ അറിഞ്ഞതായ ആ സന്തോഷം, അവൻ അനുഭവിച്ചറിഞ്ഞതായ സന്തോഷം, പ്രതികൂലതകളെ എല്ലാം മറന്നിട്ട്, സമൂഹത്തിലെ സ്ഥാനം മാനിക്കാതെ, പദവി മാനിക്കാതെ, തനിക്ക് വരാൻ പോകുന്നതായ വിപത്തിനെ മുന്നറിഞ്ഞുകൊണ്ട് അവൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, അതെ, അവൻ മെസ്സിഹായാണ്. ഒരു അന്ധൻ, ജന്മനാന്തനായവൻ കർത്താവിനെ വളരെ വ്യക്തമായി സാക്ഷിക്കുകയാണ്, അവൻ മെസ്സിഹായാണ്. നമുക്ക് എത്ര പേർക്ക് ഹൃദയത്തിൽ നിന്ന് പറയുവാൻ കഴിയും, ഓ ലോർഡ്, mercy upon me. കർത്താവേ, കരുണയായിരിക്കണമേ എന്ന് നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഒരു കുറിയലായിസോൻ നാം പ്രാർത്ഥിക്കുമ്പോഴേ അതിന്റെ ശക്തി എത്രമാത്രമാണെന്ന് നമ്മൾ അറിയുവാങ്കിൽ മാത്രമേ നമുക്കത് ഹൃദയത്തിന്റെ അടിയിൽ നിന്നൊക്കെ പറയുവാൻ കഴിയൂ. ഒരു കുറിയലായിസോൻ, ആത്മാർത്ഥതയോടുകൂടി ഒരു കുറിയലായിസോൻ പറയുമ്പോൾ സ്വർഗം കുനിഞ്ഞു നോക്കുകയാണ്, സ്വർഗം സന്തോഷിക്കുകയാണ്. ഒരു മുടിയനായ പുത്രന്റെ തിരിച്ചുവരവിൽ സ്വർഗം സന്തോഷിച്ചതുപോലെ, അവന് സുബോധമുണ്ടായി, അവൻ ആ ഭവനത്തിലേക്ക് അവൻ തിരിച്ചു വന്നതുപോലെ, ഇന്ന് പ്രവാചകനിലൂടെ, അത് മിഖാ പ്രവാചകനിലൂടെ, ഇന്നത്തെ വേദഭാഗത്തിലൂടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. ആ ഒരു മടങ്ങി വരവിനായി എന്നെ നിങ്ങളെയും വലിയവനായ ദൈവം സഹായിക്കട്ടെ. വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനായി വന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ ഈ ഒരു പിറവിക്കുരുടനെ കാഴ്ച കൊടുത്തതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഞാനും നിങ്ങളും പ്രകാശത്തിന്റെ മക്കളായിത്തീരണം, ഞാനും നിങ്ങളും വെളിച്ചത്തിന്റെ മക്കളായിത്തീരണം.
ഞാൻ വെളിച്ചത്തിന്റെ മക്കളായി തീരുമ്പോൾ മാത്രമേ എൻ്റെ പിതാവ് സന്തോഷിക്കുകയുള്ളൂ. നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ ബലഹീനതകളെ, കുറവുകൾ അത് കണ്ടറിഞ്ഞ് അത് അറിയുവാനുള്ള ജ്ഞാനം നീ എനിക്ക് നൽകണം. ഞാൻ പോഷനാണ്, ഞാനൊന്നുമില്ല. ആ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ പോലെ അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനാണ്. ഈ മരണത്തിന് അധീനമായ ജഡത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ശമോൻ തൻ ഭവനേ വന്ന പാപി ശ്രീ പോലിരുതുള്ളി കണ്ണീർ കണ്ടേൻ, മേൽ ദയ തോന്നണമേ. അറിയാവുന്നവര് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് കൂടെ പാടുക. ശമോൻ തൻ ഭവനേ വന്ന പാപി ശ്രീ പോലിരുതുള്ളി കണ്ണീർ കണ്ടേൻ, മേൽ ദയ തോന്നണമേ. തിരുജനകൻ സ്നേഹത്താലും മാതാവിൻ പ്രാർത്ഥനയാലും ഹല്ലേലൂയ പൊറുക്കണമെൻ പിഴകൾ. നമുക്ക് ഒരു കഷ്ടാനുഭവ ആഴ്ചയിലേക്ക്, ഒരു ഉയർപ്പിലേക്ക്, ഒരു ദുഃഖവെള്ളിയിലൂടെ ഒരു ഉയർപ്പിലേക്ക് കടന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രതിയാൽ നമ്മളെ ക്ഷമിച്ചതിന് നമ്മുടെയൊക്കെയും ആത്മീയ ഗുരുവാണ്. അദ്ദേഹത്തിലൂടെ നാം കേൾക്കുന്നതായ വചനഭാഗങ്ങള്, അതിന്റെ അർത്ഥങ്ങൾ ഇത്രമാത്രം സൗഭാഗ്യം ലഭിച്ച ഒരു ഗ്രൂപ്പ് വേറെ ഇല്ല എന്ന് ഞാൻ തന്നെ ചിന്തിക്കുകയാണ്. കാരണം ഇന്നു മുതൽ ആ പ്രിയപ്പെട്ടവനിലൂടെ ദൈവവചനങ്ങൾ കേൾക്കുവാൻ തുടങ്ങിയോ, പലതിന്റെയും അർത്ഥം അറിയാതെ പാടിക്കൊണ്ടിരുന്നതായ പാട്ടുകളും പ്രാർത്ഥനകളും അതിന്റെ അർത്ഥം അറിഞ്ഞ് ചൊല്ലുവാൻ തുടങ്ങിയപ്പോഴേ സത്യം പറഞ്ഞാൽ ഉണ്ടാകുന്നതായ സന്തോഷം പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നില്ല. കേൾക്കുന്ന എല്ലാവരോടും ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതിനെ നിസ്സാരമായി കാണരുത്. നമുക്ക് കിട്ടിയതായ ഈ ഒരു വലിയ നിമിഷം നമുക്ക് സന്തോഷിക്കുവാനുള്ളതാണ്. ഇത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.